ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ഉറപ്പായിട്ടും ബലപ്പെടുത്തും. സങ്കീർത്തനക്കാരൻ 127 ഇപ്രകാരം പറയുന്നു: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. നിങ്ങൾക്ക് എന്നോട് ചേർന്ന് വിശ്വസിക്കാൻ കഴിയുമോ? സ്വപ്നം കാണുന്നത് പോലെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന്. ഇവിടെ പറയുന്നത് ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മടക്കി വരുത്തുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ സങ്കീർത്തനക്കാരൻ അതിനെ അവതരിപ്പിക്കുന്നത് ദൈവം തൻ്റെ ജനത്തെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ, വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായെന്നാണ് സങ്കീർത്തനക്കാരൻ തന്നോട് മാത്രമല്ല നമ്മളോടും പറയുന്നത്. അപ്രകാരം ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയെന്നൊക്കെ ഉള്ള ചിന്തകൾ മനസ്സിലുണ്ടായേക്കാം. ബാഹ്യമായ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അതിനനുസരിച്ചായിരിക്കും പോകുന്നത്. സാധ്യതകളൊന്നുമില്ല, ഇനിയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയത്തില്ല, ഇനി ജീവിതത്തിനകത്തൊരു വിജയം ഉണ്ടാകത്തില്ല, ഇതുകൊണ്ടെല്ലാം എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് അവസാനം കുത്തൊക്കെ ഇട്ട് വെച്ചേക്കുമായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നു നിർത്താൻ വരട്ടെ. കർത്താവ് പറയുന്നു അത് അവസാനിപ്പിക്കാൻ വരട്ടെ. കർത്താവ് പറയുന്നു അതിനോട് നോ പറയാൻ വരട്ടെ. നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. മനസ്സ് മടിക്കരുത്, ക്ഷീണിച്ചു പോകരുത്. സ്വപ്നം കാണുന്നത് പോലെ, വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം തൻ്റെ മഹത്വത്തെ നിങ്ങളുടെ വിഷയത്തിനകത്ത് വെളിപ്പെടുത്തുമെന്ന് ഞാൻ ആത്മനിയോഗത്തോടെ പറയുമ്പോൾ അതെന്നോടുള്ള ദൈവശബ്ദമാണെന്ന്, അതെന്നോട് കർത്താവ് ഇറങ്ങി വന്ന് സംസാരിക്കുന്നതാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിലും ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു കാര്യം കൂടി ഞാനവിടെ ചേർത്ത് പറയട്ടെ. ഈ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലെ പത്രോസിനെ വിടുവിക്കുന്ന സമയം ആ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പത്രോസ് പുറത്തു വന്നപ്പോൾ താൻ പറയുകയാണ്, ഇത് വാസ്തവമായി നടന്നു എന്ന് തനിക്ക് തോന്നാത്ത വണ്ണം താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. കണ്ടോ, ആ ഹെരോദാവിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 4 കൂട്ടമുള്ള 4 ചേവകരെ ഏൽപ്പിച്ച് അകത്തെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ പുറത്തു വരിക എന്ന് പറയുന്നത് ഒരു ശതമാനം പോലും സാധ്യതയില്ലാത്ത കാര്യമാണ്. പക്ഷെ പത്രോസ് പറയുകയാ, ഞാൻ ദർശനം കാണുന്നത് പോലെ കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവന്നു. നോക്കിയേ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നോക്കിയേ. ഒരു സാധ്യതയില്ല. അടുത്ത മിനിറ്റിൽ ഒരു മരണം നടക്കാൻ വേണ്ടി പോകുന്നു. യാക്കോബ് മരിച്ചതുപോലെ പത്രോസിന്റെയും മരണം സംഭവിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ കർത്താവിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി സ്വപ്നം കാണുന്നത് പോലെ ചില ദൈവപ്രവർത്തികൾ തൻ്റെ ഭക്തനായ പത്രോസിനു വേണ്ടി ചെയ്തതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി. സാധ്യതകളൊന്നുമില്ല, ശരിയാണ്. പ്രതീക്ഷയ്ക്കനുസൃതമായിട്ടുള്ള അന്തരീക്ഷമൊന്നുമില്ല, അതും യാഥാർത്ഥ്യമാണ്. അതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷേ നമ്മളുടെ ശരിക്കകത്ത് കർത്താവിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ കാണരുത്. നമ്മളുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും നമ്മളുടെ വഴികൾക്കും അപ്പുറം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകുക. സ്വപ്നം കാണുന്ന പോലൊരു ദൈവപ്രവൃത്തി. ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്. കാര്യങ്ങൾ മാറി മറയും. കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. അതുകൊണ്ട് തളരാതെ, ക്ഷീണിക്കാതെ മുൻപോട്ട് പോകുക. സ്വപ്നം കാണുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നു. മേ ഗോഡ് ബ്ലെസ് യു.